എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വിഷു ഇത് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത് ബോക്സ് ഓഫീസിൽ വമ്പം വിജയം നേടിയ രണ്ട് സിനിമകളാണല്ലോ വർഷങ്ങൾക്ക് ശേഷവും ആവേശം എന്ന സിനിമകളും. ഈ രണ്ട് സിനിമകളുടെ 14 ദിവസം ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും അതുപോലെ തന്നെ 15 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനുമാണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിലിനെ നായകനാക്കി ഏപ്രിൽ മാസം 11 തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ആവേശം. ഫഹദ് ഫാസിലിന്റെ കരിയറിൽ തന്നെ ആദ്യത്തെ 100 കോടി ക്ലബിൽ കയറുന്ന മലയാള സിനിമയായും അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ 50 കോടി കടക്കുന്ന മലയാള സിനിമയായും ആവേശം മാറിയിരിക്കുകയാണ്. അതോടൊപ്പം വർഷങ്ങൾക്ക് ശേഷം ജയഗണേശ് എന്ന സിനിമകൾക്കൊപ്പം റിലീസിനെത്തി വിഷു വിന്നറായി മാറിയ സിനിമ കൂടിയാണല്ലോ ആവേശം. ചിത്രത്തിന്റെ 14 ദിവസത്തെ കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും നോക്കുകയാണെങ്കിൽ 13 ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,32,00,000 രൂപയെന്ന് ചിത്രം കേരള ട്രാക്കിംഗ് കളക്ഷൻ നേടിയതെങ്കിൽ 14 ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2,60,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം 14 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 104 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ചിത്രത്തിന്റെ 15 ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനും പുറത്തു വരുമ്പോൾ 14 ദിവസം ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,32,00,000 രൂപയെന്ന് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ എങ്കിൽ 15 ദിവസമായി ഇന്നലെ അത് ചിത്രത്തിന്റെ കളക്ഷൻ കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ 1,39,00,000 രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ വരാൻ സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ 14 ദിവസം 2,60,00,000 രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 15 ദിവസമായി ഇന്നലെ ചിത്രം 2,80,00,000 എത്തപ്പെടുന്നതാണ്. 15 ദിവസമായി ഇന്നലത്തെ കളക്ഷനോട് കൂടി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 50 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ 15 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 15 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 109 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, നീരജ് മാധവ്, കല്യാണി പ്രദർശൻ, നിവിൻ പോളി, അജു വർഗീസ് തുടങ്ങിയ വലിയ താരനിരകളുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി ഏപ്രിൽ മാസം 11 വിഷു ഇത് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. തിയേറ്ററുകളിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 50 കോടി ക്ലബിൽ കയറിയിരുന്നു. ഇപ്പോൾ ഇത് ചിത്രത്തിന്റെ 14 ദിവസത്തെ കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും അതുപോലെ തന്നെ 15 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനും പുറത്തു വരുമ്പോൾ 14 ദിവസം മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 85 ലക്ഷം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ 14 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 70 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ റെക്കോർഡ് കളക്ഷനാണ് ഓവർസീസിൽ നിന്ന് മാത്രം വർഷങ്ങൾക്ക് ശേഷം നേടിയെടുത്തിരിക്കുന്നത്. 34 കോടി രൂപയാണ് ചിത്രം ഓവർസീസിൽ നിന്ന് മാത്രം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ 15 ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്കും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനിലേക്കും വരികയാണെങ്കിൽ 14 ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 45 ലക്ഷം രൂപ ട്രാക്കിംഗ് കളക്ഷൻ നേടിയപ്പോൾ 15 ദിവസമായി ഇന്നലെയും ചിത്രത്തിന് 45 ലക്ഷത്തിനടുത്ത് രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നലെയും ചിത്രം 15 ദിവസമായി ഇന്നലെയും ചിത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ 90 ലക്ഷത്തിലേക്ക് എത്തപ്പെടുന്നതാണ്. ഇതോടുകൂടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 15 ദിവസങ്ങൾ കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ 31 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം വേൾഡ് വൈഡ് കളക്ഷൻ 15 ദിവസങ്ങൾ കൊണ്ട് 72-73 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി.